ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 പരിശുദ്ധനായ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സന്ധ്യാസമയത്ത് ആമേ മനസ്സിനും ലൈവിൽ കടന്നു സുഹൃത്തിലെ വലിയ ദൈവം ജീവിതത്തിൽ സ്തോത്രം പാദമണിക്കൂറെല്ലാം കത്താവിൻ്റെ പാദത്തിൽ ലൈവ് അങ്ങനെ സുഖം മാറ്റപ്പെട്ടു ആരാധപ്പെല്ലാം കത്താവ് സഹായിച്ചു. അനേക പ്രിയപ്പെട്ട ലൈവ് കടന്നവരുടെ ഞങ്ങൾക്ക് ഒരുമിച്ച് വലിയ സന്തോഷം പകർത്താം. സുഹൃത്തിൽ വലിയ ദൈവം ഞങ്ങളെ സഹായിച്ച മണിക്കൂറൊക്കെ നിങ്ങളുടെ ശുദ്ധിയും സ്തോത്രം സന്ധ്യാസമയത്ത് ലൈവായി തരുക. കുഞ്ഞുങ്ങളുടെ പാട്ടിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹമായ നല്ല രാത്രിക്കാണ് നമ്മോട് സ്തുതിക്കുന്നു. സ്തോത്രം 12 മണിക്കൂറെല്ലാം കർത്താവിന്റെ കത്തിലേക്ക് ആ ഒരു സൂക്ഷ്മമുണ്ടായി. ആമേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സന്ധ്യയാമോളോ മാറ്റപ്പെട്ടു അനേക രോഗികളെ ദുഃഖിതരായ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ദുഃഖിക്കുന്നവർക്ക് അവസരമായിരിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ട ലോകത്ത് മാറ്റപ്പെട്ടു അനേക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അനേക ഭാര്യ ഭർത്താക്കൾ നഷ്ടപ്പെട്ടപ്പോൾ കർത്താവെ അനേക കൂടെ പിറക്കുന്നത് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ മധ്യയിൽ ആയുസ്സുരാജ്യത്തിൽ ബലത്തോടെ രാത്രിക്കാരൻ്റെ കർത്താവിനെ ഉയർത്തുക. സ്വർഗത്തിലെ ായുസ്വരാജ്യത്തിൽ ബലത്തോടെ സന്ധ്യാസമയത്ത് അനേക കുടുംബാംഗങ്ങൾ കാരണം സ്തോത്രത്തോടെ സൂചിച്ചാലും മതി വല്ലാത്ത ഓരോ ദാനങ്ങളെ കൊണ്ട് അപ്പൊ ആയുസ്വരാജ്യത്തിൽ ബലത്തോട് ഭൂമിയിൽ പരപ്രവർത്തനം കാരണം സ്തോത്രം അതിനെ കണ്ടിരുന്നു കാര്യം വീഴ്ചന്നു പ്രാണവനത്തിന് തങ്കാത്ത നടത്തുന്ന എല്ലാവിധം കാര്യം നന്ദി പറയുന്നു. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ദൈവത്തോളം സഹായിച്ചിട്ട് പിന്നെ വിശുദ്ധിയെ ബലപ്പെടുത്തണമേ. രാത്രികാലത്ത് ലൈവ് അനേക കാര്യങ്ങൾ വിടുതലായി തീരുവ സന്തോഷമായി തീരുവ താവടിയാക്കണമേ. വിദേശത്തും സ്വദേശങ്ങളും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കത്താവുകളുടെ പാടുകളായിരിക്കുന്നു. ഞങ്ങൾ ചുറ്റും വളരെ അനുമതി താവ് സഹായിക്കും. അതിന് തിരുമേനി കൂടി സഹായിക്കണമേ. അവർക്ക് പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. നമുക്കൊരു പാട്ട് പാട്. ആമേൻ ഹല്ലേലൂയ. അറിയാവുന്നത് ചേർന്നു.
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. സ്വർഗമാണ് സിംഹാസനവും ഭൂമി ഞങ്ങളുടെ പാതയുടെ എല്ലാം ഞങ്ങളുടെ പാതയുടെ അപ്പാ പിതാവേ, ഗർഭത്തേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോക്കുക. അടിയുടെ ജീവിതത്തിൽ അവസരം കാരണം നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവേ, സന്ധ്യാസമയത്ത് കർത്താവേ, ഹല്ലേലൂയ 91 സങ്കീർത്തനം കർത്താവ് പാടും. കർത്താവ് ഞങ്ങളെ സഹായിച്ചവനും കൃപക്കാരൻ നന്ദിയോട് സ്തുതിക്കുന്നു. മഹാമാരിയും ഉച്ചയ്ക്ക് നശിക്കും സമാധാനത്തിനും പേടിപ്പാനും നിന്റെ വലത് വശം 10,000 പേരും വീഴും, എങ്കിലും അതിനോട് അടുത്തില്ല. ആമേ. ഹല്ലേലൂയ. പ്രകാരം കർത്താവ് ശത്രു കർത്താവെ തൊടാതെ ദൃഷ്ടിയപ്പോൾ ഓരോ ദിവസം കർത്താവ് വിശാലമായ ചെറുങ്ങി അവർക്ക് കാത്തു വരച്ച് നടത്തുന്ന എല്ലാ വൻകൃപക്കാരൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സന്ധ്യാസമയത്ത് വിദേശത്തു സ്വദേശത്തോ ഞങ്ങളോട് കൂടെ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കും. രാത്രിക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ പാതപടത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം വളരെ മാറ്റി കർത്താവിടെ ആക്കണമേ. ഈ രാത്രിക്കാലം ഒരു പാവിയെങ്കിലും കർത്താവെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിപ്പാൻ കർത്താവെ ഇടയാക്കണമേ. പ്രാർത്ഥന സമയം രോഗികളായി ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ കർത്താവെ പൂർണ്ണമാകുന്നതിൽ ശ്രദ്ധാശ്വാസപ്പിച്ച് കൽപ്പിക്കുന്ന സമാധാനമില്ല സമാധാനം കൊടുക്കും, സന്തോഷമില്ല സന്തോഷം കൊടുക്കണമേ. ആമേ. ഹല്ലേലൂയ കർത്താവ് വിവിധ രോഗങ്ങളെ വിവിധ വിഷയങ്ങളെ പാലങ്ങൾ പുറത്തു പറയാൻ പറ്റുന്ന വിഷയമായി പാലപ്പെടുന്ന വ്യക്തികളെ ഈ രാത്രിക്കാലം കർത്താവെ ഞങ്ങളുടെ വചനം അവരെ ക്രിയ ചെയ്യുമാറാണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദ്യയുടെ ഹൃദയം തുറന്ന് ദൈവാലയം പ്രിയപ്പെട്ട ഒരു ഹൃദയം ഈ രാത്രിക്കാലം തുറക്കപ്പെടുക. അപ്പോൾ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവെ നിന്റെ ദാസനെ അവിടുത്തെ കത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ശക്തമായി കുരിശിൽ സംസാരിപ്പോൾ അവിടുന്ന് അധികാരപ്പെടുത്തുന്ന വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശക്തനാക്ക് മുഖാന്തരം സകലത്തും മതിയായ ദൈവമാകിയ ആ കുരിശിൽ മറന്ന് സംസാരിപ്പതിന്റെ ദാസന അധികാരത്തോടെ അവിടുന്ന് കൽപ്പിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തിയും ബലപ്പെടുത്തുമാറാണമേ, ഒരു കൃപയാൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാത്രിക്കാലത്തെ വചന ശുശ്രൂഷ അനേക കാര്യങ്ങൾ വിടുതലായി തീരുവാൻ കർത്താവെ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ബന്ധനമില്ലാത്ത വചന അനേക പ്രിയപ്പെട്ട ക്രിയ ചെയ്യുമാറാണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സാന്റി കൂടി സഹായിക്കും, ആദ്യമല്ല തിരുമേനി കൂടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ശുശ്രൂഷ ദേവദാസന് ക്ഷണിച്ചൊരു ദിവസം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ വചനവുമായി സ്നേഹതീരം പ്രയർ സെൻറ്റർ പ്രയർ ഫാമിലി ആമേൻ അത് ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ മഹത്വമില്ലാത്ത ആമേൻ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിപ്പാൻ കർത്താവ് ആയുസ്സിനെ ആരോഗ്യത്തെ ദീർഘമാക്കി ഇന്ന് രാത്രി നിർത്തിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. നാം പാടിയതുപോലെ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താൽ എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ആമേൻ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ഓരോ ദിവസവും ദൈവം നമ്മെ സൂക്ഷിക്കുന്ന, ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ കൂട്ടായ്മ ആമേൻ ആരാധന പകൽ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ആമേൻ ആരാധനയുടെ മധ്യേ ക്രമം കെട്ട കുറേ പേര് ആമേൻ വ്യാജ ഐഡിയ ഉണ്ടാക്കി കർത്താവിദാസൻ ബിജു PR-ൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ച് ആമേൻ അത് കമൻ്റ് ഇട്ട് ആമേൻ പലരും വന്നു, പല രീതിയിൽ പല ആളുകൾ വന്നു. അതെല്ലാം ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ആമേൻ മാക്സിമം ആമേൻ ഞങ്ങൾ ശ്രദ്ധിച്ചതൊക്കെ ബ്ലോക്ക് ചെയ്യുവാനിടയായി. ആമേൻ എൻ്റെ മൂത്ത മോളുടെ പേരിൽ അനാവശ്യമായ കമൻറ്റുകളൊക്കെ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതെല്ലാം ആമേൻ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ സർവശക്തനായ ദൈവം ആമേൻ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി വളരെ സന്തോഷത്തോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പലരും രോഗികളായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുമ്പോൾ ആമേൻ സകല ഹൃദയങ്ങൾക്കും ആശ്വാസം നൽകുവാൻ കഴിയുന്ന സർവശക്തനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ആമേൻ 2021 വർഷങ്ങൾക്കപ്പുറം ആമേൻ അത് ജനിച്ച കർത്താവായി യേശു ക്രിസ്തു
ആമേൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിൻ്റെ സാക്ഷികളാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായി ആമേൻ തൻ്റെ മക്കളെ പാർപ്പിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നത്തെ പോലെ ഇന്ന് രാത്രി ഒരു ചോദ്യത്തോടു കൂടെയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആമേൻ. ചോദ്യം ഇതാണ്: നിങ്ങളൊരു പിതാവാണോ അതോ കുട്ടിയാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു പിതാവാണോ നിങ്ങളൊരു കുട്ടിയാണോ? ഈ ഒരു ചോദ്യമാണ് ഇന്ന് രാത്രി ആമേൻ ഞാൻ ചോദിക്കുന്നത്. ആമേൻ. ഈ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ചിന്തിപ്പാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം ആമേൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-4 വാക്യമാണ്. ഹല്ലേലൂയ. ചോദ്യങ്ങളൊക്കെ നല്ലതാ അല്ലേ? ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ചോദ്യങ്ങൾ നല്ലതാണ്. ആമേൻ. പഠിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അതെ, പലപ്പോഴും എന്തിനാ കർത്താവ് ഈ വേദന എന്ന് ചോദിക്കാറുണ്ട്. എന്തിനാ കർത്താവ് ഈ കഷ്ടത എന്ന് ചോദിക്കാറുണ്ട്. എന്തിനാ കർത്താവ് ഈ രോഗം എന്ന് ചോദിക്കാറുണ്ട്. ആമേൻ. ചോദ്യം ചോദിക്കാത്ത ആരുമില്ല. ആമേൻ. ഈ സമയവും ആമേൻ വീട്ടിലിരുന്ന് ചോദ്യം ചോദിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഭർത്താവ് ചോദിക്കും, ഭാര്യ ചോദിക്കും, മക്കൾ ചോദിക്കും, ആമേൻ സുഹൃത്തുക്കൾ ചോദിക്കും. അങ്ങനെ ആമേൻ ഭക്തനായ യോബ് ചോദിച്ചു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനത്തിനകത്ത് ചോദിച്ച ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കലങ്ങിയ ഹൃദയവുമായി കലങ്ങിയ കണ്ണുമായി ഒതുങ്ങിത്തീരുവാൻ അനുവദിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. നിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകി ആമേൻ ഈ ഭൂമിയിലെ സിസ്റ്റായുസ് ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ആമേൻ അതെ, നിങ്ങളൊരു പിതാവാണോ അതോ കുട്ടിയാണോ? ആമേൻ. ഈ ചോദ്യത്തിന് മറുപടിയുമായി ഇന്ന് രാത്രി ആമേൻ നമ്മോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. എന്നോട് സംസാരിക്കണമേ. ആമേൻ. ഇന്ന് രാത്രി താങ്കൾ ഒരു കുട്ടിയാണെങ്കിൽ എന്നോട് സംസാരിക്കണമേ. താങ്കൾ ഒരു പിതാവാണെങ്കിൽ എന്നോട് സംസാരിക്കണമേ. മാതാവാണെങ്കിൽ എന്നോട് സംസാരിക്കണമേ. അല്ല, ഒരു ഭർത്താവാണെങ്കിൽ എന്നോട് സംസാരിക്കണമേ. ആമേൻ. ഒരു ഭാര്യ ആണെങ്കിൽ എന്നോട് സംസാരിക്കണമേ. ആത്മാർത്ഥമായി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രി കർത്താവെ ഈ മീഡിയയിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷ്യം വഹിപ്പാൻ, അങ്ങയുടെ തിരുവചനം ആമേൻ പ്രഘോഷിപ്പാൻ ഇന്ന് രാത്രിയിലും അവിടുന്ന് നിർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ചില പിതാക്കന്മാരോട്, ചില മാതാക്കളോട്, ചില കുഞ്ഞുങ്ങളോട്, ചില ഭാര്യ ഭർത്താക്കന്മാരോട് കർത്താവെ അവിടുന്ന് ഇടപെടണമേ, സംസാരിക്കണമേ. ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ ഞങ്ങളുടെ മേൽ പകരണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേൻ വചന ശുശ്രൂഷയ്ക്ക് എതിരായി ശരീരത്തോട് ശബ്ദത്തോട് പോരാടുന്ന എല്ലാ പൈശാചിക പോരുകളെയും സ്വർഗത്തിൽ ഭൂമിക്ക് അധികാരം പ്രാപിച്ച നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുക. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് രാത്രി കർത്താവെ ദൈവിക നന്മയ്ക്കും ദൈവിക വിടുതലിനും ദൈവിക അനുഗ്രഹത്തിന് തടസ്സമായി ശത്രു കൊണ്ടുവരുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഹല്ലേലൂയ അങ്ങയുടെ വചനത്തെ ശുശ്രൂഷിപ്പാനടിന് കൃപ നൽകിയാട്ട്. ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ ശുശ്രൂഷിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാം വിട്ടുവിക്കപ്പെടണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ആമേൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ചെറിയവരും വലിയവരുമായിട്ടുള്ളവർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, കർത്താവെ രോഗികൾ, ദുഃഖിതർ എല്ലാവരും ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നവരെല്ലാവരും ഒരുപോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണം. എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീരിനെ തുടയ്ക്കണം. വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം തൻ്റെ മക്കളെ കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം.
അതിൻ്റെ 4-ാം വാക്യം. ആമേൻ. കർത്താവിൻ്റെ ദാസി ലീലാമ ജോസ് ഇപ്പോൾ ശബ്ദമുയർത്തി വായിച്ചാൽ. ആമേൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യവും 4-ാം വാക്യവും. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. 4-ാം വാക്യം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൽ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ആമേൻ. ആമേൻ. ഇന്ന് പിതാക്കന്മാരായിട്ടുള്ളവര് ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളായിട്ടുള്ളവർ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തിൻ്റെ ബന്ധനമില്ലാത്ത ശക്തി ചില കുഞ്ഞുങ്ങളുടെ മേൽ, ചില പിതാക്കന്മാരുടെ മേൽ, ചില മാതാക്കളുടെ മേൽ, ചില ഭാര്യമാരുടെ മേൽ, ചില ഭർത്താക്കന്മാരുടെ മേൽ ഇന്ന് രാത്രി ചലിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കുക. അമേൻ. ഇത് ശരിയാണ്. അമേൻ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. അമേൻ. കർത്താവിൻ്റെ പരിപോഷണത്തിലും അമേൻ അതെ ഉദ്ബോധനത്തിലും അവരെ വളർത്തുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പിതാവെന്ന നിലയിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെപ്പോലെ പിതാക്കന്മാരായിരിക്കുന്നവരോട് ഇന്ന് രാത്രി കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ പോകുകയാണ്. ആമേൻ. സന്തോഷമുള്ളവർ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന, ആമേൻ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന, ആമേൻ, എങ്ങനെ ഏത് നിലയിൽ തലമുറകളെ മുമ്പോട്ട് ആമേൻ കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന പിതാക്കന്മാരെ, മാതാക്കളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ മക്കളെ, അതെ നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കുക. ആമേൻ. ഇത് ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ന്യായമല്ലോ മക്കളെ. ആമേൻ. അതെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ പോകുകയാണ്. നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ആമേൻ. നിങ്ങളെ അനുസരണക്കേടിലേക്ക് വലിച്ചിഴയ്ക്കുന്ന അന്ധകാരത്തിൻ്റെ വ്യാപാരത്തിനകത്ത് നിന്ന് നിങ്ങളെ പുറത്തേക്ക് നയിപ്പാൻ ശക്തനായ ദൈവത്തിൻ്റെ ആമേൻ സാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്ന തലമുറകൾ ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഉയരത്തിൽ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ, നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മാതാപിതാക്കളെ, തലമുറകൾ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് പലതിലും കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരുന്ന ദുഷ്ടലോകത്ത് ജനിച്ച മോശെ ഉദരത്തിൽ തന്നെ കൊന്നുകളയാൻ വെളിയിൽ വരുമ്പോൾ എറിഞ്ഞ് നീല നദിയിൽ ഒഴുക്കാൻ അതേ പ്ലാനിട്ട ദുഷ്ടന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാതെ ആമേൻ അതേ രാജ്യത്ത് അതേ കൊട്ടാരത്തിൽ ദൈവകൃപയിൽ ശക്തിയോടെ നിന്ന് അവൻ പിടിച്ചു വെച്ച ഒരു കൂട്ടം ജനത്തെ പുറത്തേക്കെടുക്കുന്ന ഒരു അഭിഷക്തനാക്കി മോശ എന്ന കുഞ്ഞിനെ വളർത്തിയ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി തലമുറകളെ സംരക്ഷിക്കുവാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സഹിച്ച് പ്രാർത്ഥിച്ച ഹന്നയുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം ഇന്ന് രാത്രി കരയുന്ന പിതാവെ, കരയുന്ന മാതാവെ, തലമുറകളെ തകർക്കുവാൻ പിന്തുടരുന്ന അന്ധകാര മണ്ഡലത്തിനകത്ത് നിന്ന് തലമുറയെ വിടുവിക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. ആമേൻ. അത് ക്രിസ്തുവിൽ അഥവാ കർത്താവിൽ ആമേൻ വിശ്വസിച്ചിരിക്കുന്നവരോടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇന്ന് രാത്രി ഹല്ലേലൂയ എഴുതിയ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഹല്ലേലൂയ ആയിരിക്കുന്ന കുടുംബങ്ങളിൽ ആമേൻ ക്രമം കെട്ട തലമുറകൾ നിമിത്തം ദുഃഖിതരായി കഴിയുന്ന അനേക മാതാപിതാക്കളുണ്ട്. ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ തലമുറകൾ ആമേൻ അനുസരണക്കേടിലേക്ക് പോകുന്നത് നിമിത്തം നെടുവീർപ്പെടുന്ന മാതാപിതാക്കൾ ആമേൻ നമ്മുടെ സമീപത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആമേൻ. ജയിലഴിക്കകത്ത് കിടക്കുന്ന തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. ആമേൻ. ക്രമം കെട്ട് ആമേൻ തകർന്നു പോയ തലമുറകളെ ഓർത്ത് വിങ്ങിക്കരയുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ഇന്ന് രാത്രിയിലും ആമേൻ വഷള പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ആമേൻ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ അതേ ഹല്ലേലൂയ അനുസരണം കെട്ട തലമുറ നിമിത്തം അത് ലജ്ജിതരായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അതിനകത്ത് നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ തലമുറ സുരക്ഷിതമായിരിക്കേണ്ടതിന് ആമേൻ പണം കൊടുത്തത് കൊണ്ടായില്ല, ഇഷ്ടപ്പെട്ട വാഹനം കൊടുത്തത് കൊണ്ടായില്ല, മൊബൈൽ കൊടുത്തത് കൊണ്ടായില്ല, ഡ്രസ്സ് കൊടുത്തത് കൊണ്ടായില്ല, ആമേൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടായില്ല,
കൊണ്ടായില്ല, നല്ല ഫുഡ് കൊടുത്തത് കൊണ്ടായില്ല, നല്ല ബന്ധങ്ങൾ കൊടുത്തത് കൊണ്ടായില്ല, ആമേൻ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചത് കൊണ്ടായില്ല, ആമേൻ പിന്നെ എന്താണ് കൊടുക്കേണ്ടത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവചനത്തിന് വിരുദ്ധമായ നിർദ്ദേശങ്ങളും ആമേൻ കൽപ്പനകളുമാണ്. ഹല്ലേലൂയ. ആമേൻ ദൈവവചനത്തിന് വിരുദ്ധമായ അതേ നിർദ്ദേശങ്ങളും കൽപ്പനകളുമാണ് മാതാപിതാക്കൾ നൽകുന്നതെങ്കിൽ മക്കൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. ആമേൻ. എന്നാൽ മറ്റെല്ലാത്തിലും അവർ മാതാപിതാക്കളെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുട്ടികളിലെ പാപവും മത്സരവുമുള്ള സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ് ഹല്ലേലൂയ മാതാപിതാക്കളോടുള്ള അനുസരണക്കേട്. ആമേൻ. കുട്ടികളിലെ പാപവും അതേ മത്സരവുമുള്ള സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ് മാതാപിതാക്കളോടുള്ള അനുസരണക്കേട്. ആമേൻ. കൂടാതെ മാതാപിതാക്കളെ അനുസരിക്കാത്ത ആമേൻ ഒരു മകൻ, ഒരു മകൾ അഥവാ കുട്ടി സ്വാഭാവികമായും ദൈവത്തെ അനുസരിക്കാത്ത സ്വഭാവമുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ഹല്ലേലൂയ, അതേ ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ആമേൻ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ, ആമേൻ, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ആമേൻ ദൈവത്തെ അനുസരിക്കാത്ത സ്വഭാവം ഉള്ളവരുടെ കൂടെ കൂടി അവരുടെ ലിസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ആമേൻ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ആമേൻ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കും കൂടെ ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ മരണയോഗ്യമായ ഹല്ലേലൂയ ആമേൻ വലിയ വിപത്തിനകത്ത് നിന്ന് ആമേൻ രക്ഷ പ്രാപിപ്പാൻ ഉതകുന്ന ഉയരത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഹല്ലേലൂയ ശക്തി പ്രാപിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശിയായി തീരുവാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ സമർപ്പിക്കപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഹല്ലേലൂയ പിതാക്കന്മാർക്ക് ആമേൻ ദൈവം നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ആമേൻ. മക്കളോട് കരുണയില്ലാതെയോ അവരെ മനസ്സിലാക്കാതെയോ ക്രൂരമായും നീതിയില്ലാതെയും ഇടപെട്ടാൽ അതവരെ പ്രകോപിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല കുടുംബങ്ങളിലും ആമേൻ അനേകരെ പ്രകോപിപ്പിക്കുന്ന നിലയിൽ ആമേൻ പിതാക്കന്മാർ, മാതാക്കന്മാർ മാറാറുണ്ട്. എന്നാൽ അച്ചടക്കം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ജ്ഞാനിയായ ശലോമോൻ അതേ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആമേൻ അതേ സദൃശ്യവാക്യം എഴുതിയപ്പോൾ അതിൻ്റെ 13-ാം അധ്യായം 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ അതേ പിതാക്കന്മാരെ, ഹല്ലേലൂയ, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് ആമേൻ അനേക ആമേൻ കുടുംബങ്ങളിൽ ആമേൻ കുഞ്ഞുനാളിൽ കുഞ്ഞുങ്ങളെ ആമേൻ വടി കൊണ്ട് അടിക്കാതെ ആമേൻ ഓമനിച്ച് വളർത്തി വലുതാക്കി ആമേൻ അപ്പനോളം അമ്മയോളം എത്തുമ്പോൾ ആമേൻ കുഞ്ഞുങ്ങൾ അനുസരണക്കേടിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ആമേൻ അത് ഉപദേശിച്ചാലോ അടിച്ചാലോ ആമേൻ നേരെയാകാത്ത നിലയിൽ തകർന്ന് ദുഷ്ടവ്യാപാരത്തിൻ്റെ പിടിയിലകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അറിയായ്മയുടെ കാലങ്ങളെ ക്ഷമിക്കുന്ന ദൈവം ആമേൻ ബാല്യകാലത്ത് ശിക്ഷിക്കാതെ പോയതുകൊണ്ട് ആമേൻ തലമുറ വഷളത്വം പ്രബലപ്പെട്ടു ലോകത്ത് നശിക്കുന്നത് കണ്ട് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആമേൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ സർവശക്തനായ ദൈവം ആമേൻ അത് വെളിപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു
ഓർത്തുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രത്യാശ ഉള്ളിടത്തോളം ആമേൻ നിന്റെ മകനെ ശിക്ഷിക്കുക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം എന്ത് ചെയ്യരുത്, ഭവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ആമേൻ മീഡിയയിലൂടെ കാണുന്നു, കഴിഞ്ഞ ദിവസം ആമേൻ ഉറങ്ങിക്കിടന്ന ഒരു പെൺകുഞ്ഞ് ആമേൻ എഴുന്നേക്കാൻ വൈകിയത് കൊണ്ട് ആമേൻ കത്തി കൊണ്ട് തലയ്ക്ക് വെട്ടി ആമേൻ അതേ പിതാവ് തന്നെ കൊല്ലുവാനായിട്ട് നോക്കി. ഹല്ലേലൂയ. ആമേൻ. ക്രമക്കേട് കാണിക്കുന്ന തലമുറകളെ വെട്ടിക്കൊല്ലുന്ന പിതാക്കന്മാരുണ്ട്, കെട്ടിത്തൂക്കുന്നവരുണ്ട്, കത്തിക്കുന്നവരുണ്ട്. എന്നാൽ വചനം പറയുന്നു, പ്രത്യാശ ഉള്ളിടത്തോളം ആമേൻ കുഞ്ഞ് നന്നാകും, ആമേൻ കുഞ്ഞ് നേരെയാകും, ആമേൻ ആ കുഞ്ഞിൻ്റെ സ്വഭാവം മാറും. പ്രത്യാശ ഉള്ളിടത്തോളം ഇന്ന് രാത്രി നിനക്കൊരു പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ വചനം അതെ ശ്രവിക്കുന്ന മാതാവേ, അതേ പിതാവേ, തലമുറ വർഷത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ട ലോകത്ത് നിന്നെ അനുസരിക്കാതെ നിന്നെ വകവെക്കാതെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കുറവുകളെ പറഞ്ഞ് ആമേൻ അതേ പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായും തലമുറകളെ വഷളത്വത്തിൽ നിന്നും കൈപിടിച്ച് നേരായ പാതയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് രാത്രി അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ എന്ത് ചെയ്യുക, ശിക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം എന്ത് ചെയ്യരുത്, ഭാവിക്കരുത്. ആമേൻ. 22-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. ബാലൻ്റെ ഹൃദയത്തോട്. ആമേൻ. അയലക്കത്തെ ബാലേട്ടൻ്റെ കാര്യമല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ ആമേൻ. കുഞ്ഞുങ്ങളുടെ ബാല്യക്കാരന്മാരുടെ ഹല്ലേലൂയ ഹൃദയത്തോട് എന്ത് പറ്റിയിരിക്കുന്നു, ഭോഷത്വം പറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, ആമേൻ, മക്കളെ ഓമനിക്കുന്നത് നല്ലതാ. ആമേൻ. എനിക്കുകൊണ്ട് മക്കൾ ഓമനിച്ചതൊക്കെ നല്ലതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. 23-ന്റെ 13-14 വാക്യങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാ, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. ആമേൻ. വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഒരു പിതാവെന്ന നിലയിൽ ആമേൻ വടിയെടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല, ചിലപ്പോൾ കൈകൊണ്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നത് ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. അതിനർത്ഥം ചിലപ്പോൾ കൈകൊണ്ട് അടിച്ചാൽ എവിടെയെങ്കിലും മർമ്മസ്ഥാനത്ത് കിട്ടിയാൽ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നോട് ഉൾപ്പെടെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവൻ വടി കൊണ്ട് അടിച്ചാൽ എന്ത് ചെയ്യത്തില്ല, അവൻ ചത്തുപോകുകയില്ല. അതുകൊണ്ടല്ലേ ഈ ലോക്ക്ഡൗണിലും പട്ടിയെ തല്ലുന്ന പോലെ പോലീസുകാർ ആമേൻ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കയ്യിലിരിക്കുന്ന ലാത്തി കൊണ്ട് ആമേൻ എവിടെയെന്ന് നോക്കാതെ അലങ്ങും തെലങ്ങും നോക്കാതെ ഇട്ടടിക്കുന്ന കണ്ടിട്ടില്ലേ? ആമേൻ. വചനം പറയുന്നു, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ എന്ത് ചെയ്യില്ല, ചത്തുപോകില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ പാമ്പിനെയൊക്കെ വടി കൊണ്ട് തല്ലിക്കൊല്ലാറുണ്ട് അല്ലേ? വടി കൊണ്ട് അടിച്ച ചാകുകയൊക്കെ ചെയ്യും, പക്ഷെ ചാകാൻ വേണ്ടി അടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതെ, വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതേ പാതാളവേ, ആമേൻ, നരകയാതന അനുഭവിക്കുന്ന പാതാളം. പ്രൈസ് ദി ലോർഡ്. നരകത്തിൽ നിന്ന് നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അതേ ദൈവം രക്ഷയുടെ വചനം തന്നിട്ടുണ്ടെങ്കിലും പിതാവേ മാതാവേ അവൻ രക്ഷപ്പെട്ടോളൂ എന്നോർത്ത് നീ അടിക്കേണ്ട സമയത്ത് അടിച്ചില്ലെങ്കിൽ അവനോ അവളോ പാതാളത്തിൽ പോകും, നിനക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ അടിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം, അടിക്കണം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആമേൻ അതേ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാത്ത അപ്പൻ എവിടെയാ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. തെറ്റ് കണ്ടാൽ തെറ്റ് ചെയ്തോട്ടെ എന്നോർത്ത് കണ്ണടയ്ക്കുന്ന ഒരു പ്രവണത ആയിരുന്നില്ല ആമേൻ മനുഷ്യനെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്. ആമേൻ തെറ്റ് കണ്ടാൽ
ശിക്ഷ ഉറപ്പാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കാത്തവർ എവിടെയോ ഉള്ളത്, അല്ലെങ്കിൽ ശിക്ഷിക്കാത്ത മകൻ എവിടെയോ ഉള്ളത്. അപ്പോൾ തെറ്റ് കാണുമ്പോൾ കൊല്ലാൻ വേണ്ടിയല്ല ശിക്ഷിക്കുന്നത്, നന്നാകാൻ വേണ്ടിയാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മകത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ ആമേൻ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗല ഇടയന്മാരത്രേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഇന്ന് രാത്രി തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആമേൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ആമേൻ. എന്നാൽ സ്നേഹത്തിൽ ശിക്ഷിക്കണം. ഹല്ലേലൂയ. മക്കൾ ഇത് മനസ്സിലാക്കുവാനും ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തിനാ അടിച്ചതെന്ന് മനസ്സിലാകാത്ത മക്കളെ അടിച്ചിട്ട് എന്താ കാര്യം? ആമേൻ. അതുകൊണ്ട് സ്നേഹിക്കണം. സ്നേഹിച്ചിട്ട് ആമേൻ അടിക്കണം. എന്തിനാ അടിച്ചതെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അടിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കലി തീരാൻ വേണ്ടി ആമേൻ, കലിപ്പ് തീരാൻ വേണ്ടി അടിച്ചിട്ട് കാര്യമില്ല. ആമേൻ. അടിക്കണം, സ്നേഹിക്കണം. എന്തിനാ അടിച്ചതെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആമേൻ മക്കളെ അവരുടെ മാതാപിതാക്കളുടെ കയ്യിലാണ് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തിനുള്ളവരാണ്. ഇന്ന് രാത്രി തിരിച്ചറിവുള്ളവർ കരമടിച്ച് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. ആമേൻ. അതെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഹല്ലേലൂയ. അപ്പൻ പാപം ചെയ്താലും മരിക്കും. ആമേൻ. മകൻ പാപം ചെയ്താലും മരിക്കും. അമ്മ പാപം ചെയ്താൽ മരിക്കും. മകൾ പാപം ചെയ്താലും മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവരെ ദൈവത്തിനായി വളർത്തേണ്ട ചുമതലയും പദവിയും മാതാപിതാക്കൾക്കാണ് നൽകിയിരിക്കുന്നത്. അയൽവക്കത്തെ ആമേൻ ചേട്ടനോ ചേച്ചിക്കോ അല്ല. ആമേൻ. അംഗൻവാടിയിലെ ടീച്ചറിനോ ആയക്കോ അല്ല. ആമേൻ. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കല്ല. ആമേൻ. അവരെ ദൈവത്തിനായി വളർത്തേണ്ട ചുമതലയും പദവിയും മാതാപിതാക്കൾക്കാണ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതേ, വാക്കിനാലും പ്രവൃത്തിയാലും ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കൾ ആയിത്തീരാൻ അവരെ സഹായിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ആമേൻ. ആവർത്തന പുസ്തകം 6:6-7. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ആമേൻ. അത് ഡയറിയിൽ പേനയെടുത്ത് കുറിച്ച് വെക്കുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് ഡയറിയിൽ ഒതുങ്ങി പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഏതെങ്കിലും ഒരു പേപ്പറിനകത്ത് ആമേൻ എഴുതി വെക്കുന്നത് നല്ലതാ. പക്ഷേ അത് പേപ്പർ തുണ്ടിനകത്ത് ഒതുങ്ങി കാറ്റിനകത്ത് പറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും ആമേൻ വഴി നടക്കുമ്പോഴും അത് കിടക്കുമ്പോഴും ഹല്ലേലൂയ എഴുന്നേൽക്കുമ്പോഴും ആമേൻ സമയമില്ലെന്ന് മക്കളെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് എടാ നിനക്കറിയോ ആമേൻ നിന്റെ അപ്പൻ്റെ വീട്ടുകാര് അമ്മയുടെ വീട്ടുകാര് ആമേൻ നിന്റെ ഇന്നോര് അറിയാമോ ആമേൻ ഏഷ്യണി പറഞ്ഞ് കുശുമ്പ് പറഞ്ഞ് പുന്നായ്മ പറഞ്ഞ് നശിപ്പിക്കരുതേ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നത് ആമേൻ ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ദൈവത്തിൻ്റെ ഉപദേശമാണെങ്കിൽ നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഹല്ലേലൂയ ആമേൻ നിന്റെ മക്കൾക്ക് നീ എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ പിതാവേ നിന്റെ ഭാഗം അതെ നീ നീതിയോടെ ചെയ്താൽ ഹല്ലേലൂയ ന്യായമായി ഉത്തരമരുളുന്ന ദൈവം അതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ മക്കൾ അസഭ്യം പറയുന്നതാ കേൾക്കുന്നതെങ്കിൽ മക്കൾ ആമേൻ കാണുന്നത് ആമേൻ ന്യായരഹിതമായ കാര്യങ്ങളാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ കേട്ടിട്ടില്ലേ ഞണ്ടിൻ്റെ കഥ? ആമേൻ ഞണ്ടും കുഞ്ഞുങ്ങളോട് ഒരു ദിവസം ഞണ്ടിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു മക്കളെ നേരെ നടന്നോണം അല്ലെങ്കിൽ അടിച്ച് നിന്നെയൊക്കെ ഞങ്ങൾ എന്ത് ഒതുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മക്കളെല്ലാം കൂടെ
ഒന്നിച്ചു കൂടി. ആമേൻ. എന്നിട്ട് അവർ പറഞ്ഞു, ആമേൻ, അപ്പച്ചാ, അച്ചാച്ചാ, അമ്മച്ചി, ഒരു കാര്യം ചെയ്യ്, ആദ്യം നിങ്ങൾ ഒന്ന് നേരെ നടന്ന് കാണിക്കുക, എന്നിട്ട് ഞങ്ങൾ നേരെ നടക്കാം. ഞണ്ടിനെ ആമേൻ അറിയുന്നവർക്കറിയാം, ഞണ്ടിനെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഞണ്ട് നടക്കുന്നത് പുറകോട്ടാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളോട് ഞണ്ടിൻ്റെ അപ്പനും അമ്മയും നേരെ നടക്കാൻ പറഞ്ഞാൽ, ആമേൻ, പാരമ്പര്യമായിട്ട്, ആമേൻ, കാലം ഇത്രയായിട്ടും അതേ മാതാപിതാക്കൾ നേരെ നടക്കുന്നത് കാണാത്ത കുഞ്ഞുങ്ങൾ സംഘടിച്ചിട്ട് പറഞ്ഞു, ആമേൻ, അപ്പനും അമ്മയും ഒന്ന് നേരെ നടന്ന് കാണിച്ചാൽ ഞങ്ങൾ നടക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, കരയുന്ന പിതാവേ, കരയുന്ന മാതാവേ, ഉപവസിക്കുന്ന മാതാവേ, പിതാവേ, നേരോടെ നടക്കാൻ നിന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നത് നിന്റെ കുഞ്ഞുങ്ങൾ കാണട്ടെ, നിന്റെ തലമുറകൾ കാണട്ടെ. അനുസരണക്കേടിൻ്റെ വ്യാപാരത്താൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന തലമുറകളെ ഓർത്ത് കരയുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന വൃഥാവാകത്തില്ല, നിന്റെ ഉപവാസം വൃഥാവാകത്തില്ല, നിന്റെ കണ്ണുനീര് വൃഥാവാകത്തില്ല. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അന്നയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ശൗമേല്, ദാൻ മുതൽ ബേർശേബ വരെ അനേകരെ അഭിഷേകം ചെയ്യുന്ന അഭിഷക്തനായി പുറത്തു വരുന്നെങ്കിൽ ഇന്ന് രാത്രി വർഷത്തം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത്, അതേ ദുഷ്ട കൂട്ടുകെട്ടിനകത്ത് നിന്ന് നിന്റെ തലമുറയെ പിന്തിരിപ്പിക്കുവാൻ ദൈവശക്തരാ. ഹല്ലേലൂയ. അമേൻ. സങ്കീർത്തനം 34:11 മക്കളേ വന്ന് എനിക്ക് ചെവി തരുവീൻ. അമേൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ച് തരാം. ഇന്ന് രാത്രി മക്കളായിട്ടുള്ളവർ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരമുണ്ട്. അവിടെ ചെറുപ്പ വലിപ്പമില്ല, അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, അവിടെ അപ്പനെന്നോ അമ്മയെന്നോ ഇല്ലോ. ഇന്ന് രാത്രി ആമേൻ അവനെ കൈക്കൊള്ളവർ, ഹല്ലേലൂയ, അവനെ സ്വീകരിച്ചിരിക്കുന്നവർ, മക്കളേ വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ച് തരാം. ഹല്ലേലൂയ. നാം ആമേൻ അവരുടെ മക്കളോട്, ഹല്ലേലൂയ, അവയെ മറച്ചു വെക്കാതെ, 78-ാം സങ്കീർത്തനം ആമേൻ 4, 5, 6, 7, 8 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളും വിവരിച്ച് പറയും. ആമേൻ. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ച് ഇസ്രയേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ച് നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളോട് മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിൻ്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പിതാക്കന്മാരെ, എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ ആമേൻ ഏറ്റെടുത്ത് ആമേൻ അത് നിവർത്തിക്കുവാൻ അനുസരിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും തലമുറകൾ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രധാന ചുമതല ആമേൻ മാതാപിതാക്കൾ അവഗണിച്ചിട്ട് ആമേൻ അവരുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയി ആമേൻ അവർക്ക് അധികം ദുഃഖത്തിന് കാരണമായാൽ അവർ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി കൃപയാൽ അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ആമേൻ ഇന്ന് രാത്രി തലമുറകളെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം അത് കേൾപ്പിക്കുന്ന വചനത്തെ ആമേൻ അതേ മുഖവിലക്കെടുത്തുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ഈ പ്രധാന ചുമതല മാതാപിതാക്കൾ അവഗണിക്കാതെ അവരുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ ഹല്ലേലൂയ അവർക്ക് അധികം ദുഃഖത്തിന് കാരണമാകാതിരിപ്പാൻ ദൈവത്തോട് അടുത്ത് വന്ന് പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. എത്ര കേട്ടാലും ഉറങ്ങുന്നവരുണ്ട്, എത്ര കേട്ടാലും മറക്കുന്നവരുണ്ട്, എത്ര കേട്ടാലും നേരെയാകാത്തവരുണ്ട്. ആമേൻ ഉറങ്ങി മയങ്ങി സമയം കളയുന്ന മാതാപിതാക്കളെ തലമുറകൾ കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല, തകർന്നിട്ട് കാര്യമില്ല. തകർക്കുന്നവൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാനും ആമേൻ കരയേണ്ട സമയത്ത് കരയാനും ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കാനും ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുവാനും ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, എല്ലാ ചോദ്യങ്ങൾക്കും
അതേ പരിശുദ്ധ ആമേൻ ബൈബിളിനകത്ത് ഉത്തരമുണ്ട്. ഹല്ലേലൂയ. അത് കുടുംബമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. ആമേൻ. ഇന്ന് രാത്രി കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ കുടുംബങ്ങളിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സത്യവേദ പുസ്തകത്തിനകത്ത് ആമേൻ എല്ലാ പ്രശ്നങ്ങൾക്കും നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അതേ മറുപടിയുണ്ട്. ആമേൻ. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ആമേൻ. പരിഹരിച്ചിട്ടുള്ള അനവധി കുടുംബങ്ങളെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. അതേ വചനം ആമേൻ എന്നത് ദൈവത്തിൻ്റെ മനസ്സിലെ കേവലം ഒരു ആശയമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയുടെ മാർഗനിർദ്ദേശവുമല്ല. ആമേൻ. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ചില കുടുംബങ്ങളെ, ചില തലമുറകളെ, ചില പിതാക്കന്മാരെ, ചില മാതാക്കളെ ആമേൻ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടിക്കും ജീവൻ നൽകുന്ന ജീവന്റെ ഉറവിടമായ ജീവനുള്ള വ്യക്തിയാണ് ഈ രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ദൃഢമാകുന്നുവെങ്കിൽ നിശ്ചയമായും കുടുംബങ്ങളിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ആമേൻ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകും. ആമേൻ. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. അവനെ കൂടാതെ ഒന്നുമില്ല. ആമേൻ. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഹല്ലേലൂയ. അതേ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, അതേ ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൽ കൂടി മാത്രമാണ് ആമേൻ പുതിയ ആത്മീയ ജീവനും അതേ നിത്യജീവനും ആമേൻ ഇന്ന് മനുഷ്യർക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ആമേൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇന്ന് രാത്രി ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ അതേ തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്യുവാൻ ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ആമേൻ. ഇരുളിൽ അകപ്പെട്ടിരിക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു, ഹല്ലേലൂയ, ആമേൻ, ഈ ലോകത്തിൽ ജനിച്ചത് അനേക കുടുംബങ്ങൾക്ക്, അനേക തലമുറകൾക്ക് ആമേൻ അനുഗ്രഹം വിടുതലുമായി തീർന്ന ചരിത്രം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ആരെ കൊണ്ട് മരിക്കുവാൻ കഴിയാത്ത ആമേൻ പാറകളിലും ആമേൻ ശവക്കല്ലറകളിലും ആമേൻ വിശ്രമിക്കുന്ന ആമേൻ ചന്ദ്രരോഗം പിടിക്കപ്പെട്ട ആമേൻ ഒരു മകനെ കൊണ്ട് പിതാവ് ആമേൻ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പരാജയപ്പെട്ട് അരുമനാഥൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഹല്ലേലൂയ, അതെ, ആ അരുമനാഥൻ ആമേൻ ആ പിതാവിൻ്റെ കുഞ്ഞിനെ ആ ബന്ധനത്തിനകത്ത് നിന്ന് പൂർണ്ണമായി വിടുവിക്കു ചരിത്രം അത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാലും പിടിക്കപ്പെട്ട് ആരാലും തകർക്കപ്പെട്ട് ഹല്ലേലൂയ നേരെയാക്കുവാൻ കഴിയാത്ത നിലയിൽ ആമേൻ വഷളത്വം പ്രബലപ്പെട്ടു കൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് പൈശാചിക ബന്ധനത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്ന തലമുറയുമായി ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറയെ പൂർണ്ണമായി വിടുവിക്കുവാൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ആമേൻ അതേ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുക. ഹല്ലേലൂയ, ആമേൻ, അതേ നിത്യതയിലേക്ക് തലമുറയെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ആമേൻ കരമടിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ.
തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു ജനിച്ചത് കേവലം ആമേൻ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ആമേൻ കുടുംബത്തിലെ സകല പ്രശ്നങ്ങളെയും പരിഹരിപ്പാൻ അത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏദനിൽ തുടങ്ങിയ കുടുംബ പ്രശ്നമാ ആമേൻ കൃപയാൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്നവരുടെ ഭവനത്തിലെ പ്രശ്നങ്ങളെല്ലാം അവൻ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ കുടുംബത്തിലെ ശേഷിക്കുന്ന പ്രശ്നങ്ങളെയും പരിഹരിപ്പാൻ ശക്തനായവൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നെങ്കിൽ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അയ്യോ, എൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ആരുമില്ല, ആമേൻ എൻ്റെ കുടുംബത്തെ നേരെയാക്കാൻ ആരുമില്ല. ആര് പറഞ്ഞു? ലോകത്തിൻ്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച യേശു കർത്താവ് ഇന്നും നിന്റെ പ്രശ്നത്തെ പരിഹരിപ്പാൻ മതിയായവനാണ്. രുചിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ജീവങ്കലേക്ക് ആമേൻ കടക്കുവാൻ ഹല്ലേലൂയ ആമേൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേട്ട് ആമേൻ അതെ എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് സകല ജഡത്തിന്മേലും അധികാരമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു മദ്യപാനിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആമേൻ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാക്കുവാൻ അധികാരമുള്ളവനെ അത്രേ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മദ്യാസക്തിയിൽ അകപ്പെട്ടിരിക്കുന്ന ഭർത്താവാണോ, അതേ തലമുറയാണോ, ആമേൻ മരുമകനാണോ, ആമേൻ ആരുമാകട്ടെ, ഇന്ന് രാത്രി മദ്യാസക്തിയിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കുവാൻ ശക്തനായ ദൈവത്തോട് ആമേൻ അതേ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായും മദ്യപാനിയെ അതിനകത്ത് നിന്ന് പൂർണ്ണമായി വിടുവിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന് മറുപടിയായി ചലിപ്പാൻ തക്കവണ്ണം ഇടയാകും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമീൻ. ക്രമം കെട്ട സകല ആമീൻ തലമുറകളെയും നേരായ പാതയിലേക്ക് തിരിക്കുവാൻ അധികാരമുള്ളവനത്രേ യേശു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ദൈവപുത്രനായി ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ആമേൻ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ജീവൻ എന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആമേൻ തുടർച്ചയായ ഒരു പ്രതിപാദ്യ വിഷയമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഏകദേശം 36 പ്രാവശ്യം ആമേൻ ജീവൻ എന്നതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പദമാണ്. ഹല്ലേലൂയ. ആമേൻ. മറ്റൊരു പദമാണ് പ്രകാശം. ആമേൻ. ഇവിടെ പ്രകാശം എന്നത് സത്യം അഥവാ യാഥാർത്ഥ്യം എന്ന അർത്ഥത്തിലാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പ്രകാശം മനുഷ്യരിൽ എത്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ചില കുഞ്ഞുങ്ങളിലുള്ള അന്ധകാരം മാറേണ്ടതിന് ഈ യേശു അവരുടെ അകത്ത് ജനിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനുള്ള അവസരം നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിഞ്ഞ് വളരട്ടെ. യേശുവിനായി ഹൃദയങ്ങളെ സമർപ്പിക്കട്ടെ. മാതാപിതാക്കളെ, ഇന്ന് വരെ നിങ്ങൾ യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ യേശു ആരാണെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അസത്തോമ സത്കമയ മൃത്യോമ അമൃതംഗമയ. ആമേൻ. ഇരുളിൽ നിന്നും ആമേൻ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദൈവമേ, അങ്ങ് എവിടെയാണ്? ഹല്ലേലൂയ. ആമേൻ. ഈ അസത്യം നിറഞ്ഞ ലോകത്തിൽ സത്യവാനായ ദൈവമേ, അങ്ങ് എവിടെയാണ്? ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഋഷിമാര് ആദ്യം ചൊല്ലിയ ശ്ലോകം ഹല്ലേലൂയ അനേകർക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു.
ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി അതേ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച മാതാപിതാക്കൾ എന്നോട് ചേർന്ന് കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. മാതാപിതാക്കൾ എടുത്ത സത്യവേദ പുസ്തകം അത് വിശ്വസിച്ച് ജീവിക്കുന്ന തലമുറകളെ ഇന്ന് രാത്രി ആമേൻ ഈ സന്ദേശം ശ്രവിക്കുന്നെങ്കിൽ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഈ സത്യവേദ പുസ്തകം എടുത്തവരാരും അതേ നശിച്ചു പോയിട്ടില്ല, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ സംബന്ധിച്ചും അത് നമ്മെ സംബന്ധിച്ചും രക്ഷയെ സംബന്ധിച്ചും ആത്മീകമായ ജീവിതത്തിലെ ആ മുഖ്യ ഘടകങ്ങളെ സംബന്ധിച്ചും സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാരംഭ തിരുവെഴുത്തിൽ ആമേൻ കുട്ടികളും അവരുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ആമേൻ ലേഖനങ്ങളിലൂടെ സഭയോട് സംസാരിക്കുകയുണ്ടായി. ആമേൻ. ഒരു സഭയിലെ അംഗമാണെങ്കിലും ആമേൻ ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ, ഒരു തലമുറ എന്ന നിലയിൽ ആമേൻ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവ് എഴുതിയത് ആമേൻ ക്രമക്കെട്ടവര് സഭയ്ക്കകത്തുള്ളത് കൊണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിതാവിന് എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, മാതാവിന് എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, തലമുറകൾക്ക് എങ്ങനെ വളർത്തണമെന്നറിയത്തില്ല. അങ്ങനെ ക്രമം കെട്ട് നടക്കുന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അത് നിമിത്തമായി ഹല്ലേലൂയ ആമേൻ മാറേണ്ടതിന് ആമേൻ ഉയരത്തിലെ ആമേൻ ആത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചന സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കുട്ടികളെ മാതാപിതാക്കളോട് അനുസരണമുള്ളവരായിരിക്കണമെന്ന് ഇത് ആദ്യം അഭിസംബോധന ചെയ്തു. ഹല്ലേലൂയ. ഇത് ചെയ്യേണ്ടത് ശരിയായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അനുസരണമുള്ള കുട്ടികൾക്ക് ദൈവം ദീർഘായുസിന്റെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആമേൻ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോട് കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അമ്മ ഇന്ന് രാത്രി തലമുറകളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അപ്പനുണ്ട്, എനിക്ക് അമ്മയുണ്ട്. ഹല്ലേലൂയ. അപ്പനോളം എത്തി, എന്നാലും എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു അപ്പനാണ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഈ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ 95 വയസ്സ് പ്രായമുള്ള ആമേൻ ഒരു മാതാവിനെ കൊച്ചുമകൻ ഹല്ലേലൂയ നിലത്ത് നിന്ന് എടുത്തു പൊക്കി കട്ടിലിലേക്ക് എറിഞ്ഞ് ആമേൻ അടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ആമേൻ അതെ സോഷ്യൽ മീഡിയയിൽ അതെ തൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പിടിച്ച് ഇട്ടു. ആമേൻ. അത് നിമിത്തം ആമേൻ ആ കൊച്ചുമകനെ പോലീസ് പിടിച്ച് ആമേൻ അറസ്റ്റ് ചെയ്ത് നോക്കണമേ. 95 വയസ്സുള്ള ഒരു മാതാവിനെ ആമേൻ കൊച്ചുമകൻ നിലത്ത് നിന്ന് പൊക്കി കട്ടിലിലേക്ക് എറിഞ്ഞ് അടിച്ച് ആമേൻ എത്രയോ മോശമായ കാര്യമാണ്. ഇന്ന് ആമേൻ ഇരുൾ നിറഞ്ഞ ലോകത്ത് ഭാര്യയോ ഭർത്താവിനെയോ കുഞ്ഞുങ്ങളെയോ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തു ഇല്ലാത്ത കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. അതെ, പട്ടണത്തിൻ്റെ അവസ്ഥ ഇതാണ്. ആമേൻ. പട്ടണത്തിൻ്റെ ഇരുപ്പൊക്കെ മനോഹരമാണ്, നല്ല സംവിധാനങ്ങളുണ്ട്, നല്ല നല്ല സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പരസ്പരം അറിയുന്നില്ല. ആമേൻ. ഒരു വാർഡിൽ മെമ്പറുണ്ട്, പക്ഷെ ആ വാർഡ് മെമ്പർ ആമേൻ മെമ്പറിൻ്റെ കീഴിലുള്ള ആമേൻ കുടുംബങ്ങൾ ആരൊക്കെ ഏതൊക്കെ എന്ന് അറിയത്തില്ല. ആമേൻ. അതെ ആമേൻ അതെ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിനെ ഒക്കെ ഭരിക്കുന്നവരുണ്ട്. ആമേൻ. എന്നാൽ ആ നാട്ടിൽ ആരൊക്കെ ഏതൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ആത്മീയാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ മുമ്പിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, നീ ഏത് കൂരിരുളിൻ്റെ അനുഭവത്തിലായിരുന്നാലും നിന്നെ മറന്നു കളയുന്നവനല്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിലവിളിക്കുന്ന നിന്റെ അവസ്ഥകളെ മനസ്സിലാക്കി ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. ഹല്ലേലൂയ. നിഷേധിക്കാം, ആമേൻ, കമന്റ് ഇടാം, അഭിപ്രായം പറയാം. ആമേൻ. അഭിപ്രായം പറയുന്നവരെയല്ല, വിമർശിക്കുന്നവരെയല്ല, വിശ്വസിക്കുന്നവരെ അത്രേ കർത്താവ് എൻ്റെ മക്കൾ
പദവി നൽകി മാനിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നാം മക്കളെങ്കിൽ അവകാശികളുമാ. ആമേൻ. ചില അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് രാത്രി അവൻ്റെ മക്കളായിരിക്കുന്നവരെ ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ, അനുസരണമുള്ള കുട്ടികൾക്ക് ദൈവം ദീർഘായുസിൻ്റെ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുക. അതാണ് ഇന്ന് രാത്രി ആമേൻ അതേ കർത്താവിന്റെ ദാസി ലീലാമ ജോസിന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന. ആമേൻ. ഇത് അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ ജീവിക്കുന്ന മക്കള്, ഹല്ലേലൂയ, ഒരുപക്ഷെ ആമേൻ അപ്പനോളം എത്തിയേക്കാം, മുടി നരച്ചേക്കാം. ആമേൻ അപ്പന് 90, ആമേൻ മകന് ആമേൻ അതെ 45 or 50 ആയിരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പനെ അപ്പനെ അനുസരിക്കേണ്ട, അപ്പനെ അപമാനിക്കാനല്ല പറയുന്നത്. മക്കളെ, ഹല്ലേലൂയ, 90 ആയാലും അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മക്കൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിപോഷണത്തിലും ഉത്ബോധനത്തിലും ആമേൻ അതേ സൗമ്യതയിലും മക്കളെ വളർത്തുവാനും ആമേൻ അദ്ദേഹം പിതാക്കന്മാരെ അഭിസംബോധന ചെയ്ത് ആമേൻ സംസാരിക്കുകയാണ് എഫെസോസ് സഭയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സ്നേഹതീരം പ്രയർ സെന്റർ ഫാമിലിയിൽ ആയിരിക്കുന്ന സഭയോട്, ആമേൻ, ആയിരിക്കുന്ന ജനത്തോട് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവോടെ ഓർപ്പിക്കട്ടെ, മക്കളെ കോപിപ്പിക്കരുതെന്ന് പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ മക്കളോട് പറയുന്നു, നിങ്ങളുടെ അപ്പന് അമ്മമാരെ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, കുട്ടികളെ കോപിപ്പിക്കുമ്പോൾ അത് അധികാരത്തിനെതിരെ മത്സരിക്കാനിടയായേക്കാം. പ്രൈസ് ദി ലോർഡ്. കുട്ടികളും മാതാപിതാക്കളും ദൈവവചനത്തിൽ നടക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനവും ഐക്യവും പുരോഗതിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കുട്ടികളും മാതാപിതാക്കളും ദൈവവചനത്തിൽ നടക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനവും ആമേൻ ഐക്യവും പുരോഗതിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നിങ്ങൾ ആരാണെന്നറിയുകയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജീവിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളോട് സംഹരിക്കുകയാണ്. ഇന്ന് രാത്രി ചില പിതാക്കന്മാരോട് ദൈവം ഇടപെട്ടു, ചില ആമേൻ മാതാക്കളോട് ദൈവം ഇടപെട്ടു, ചില കുഞ്ഞുങ്ങളോട് ദൈവം ഇടപെട്ടു. ഇന്ന് രാത്രി എന്നോട് ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. വാസ്തവമായി ദൈവം എന്നോട് സംസാരിച്ചു എന്ന് ബോധ്യമുള്ളവർ വരും ദിവസങ്ങളിൽ അവരുടെ കുടുംബത്തിൽ സമാധാനവും പുരോഗതിയും ഉണ്ടാകേണ്ടതിനായി ഈ വചനപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം സമർപ്പിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ അതേ ഉൾക്കാഴ്ച നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിന് അനുസൃതമായി ജീവിക്കുവാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ പഠിപ്പിക്കുവാൻ, ഹല്ലേലൂയ, അവരെ ആ നിലയിലേക്ക് നയിക്കുവാൻ ഇന്ന് രാത്രി കർത്താവേ മാതാപിതാക്കൾക്ക് കൃപ കൊടുത്താട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുവാനുള്ള കൃപ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ടെ. ഇന്ന് രാത്രി കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. യൗവന മോഹങ്ങളെ വിട്ടോടി ഹല്ലേലൂയ നീതി, സമാധാനം, സന്തോഷം പിന്തുടരുവാൻ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുത്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സകല ആമേൻ അതേ അശുദ്ധിയുടെ ആത്മാവിനെ, സകല ആമേൻ ക്രമക്കേടുകളെയും ആമേൻ സ്വർഗത്തിലും ഭൂമിക്ക് അധികാരം നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തലമുറകളിൽ നിന്ന് വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാ. ചില പിതാക്കന്മാരുടെ മദ്യപാനാസക്തി ആമേൻ മാറി പിതാക്കൾ ആമേൻ തലമുറയ്ക്ക് മാതൃകപരമായ ജീവിതം നയിപ്പാൻ കഴിയാതെ കണ്ട് ആമേൻ വലിച്ചിഴയ്ക്കുന്ന ഈ അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ ആമേൻ കുടുംബങ്ങളിൽ നിന്ന് മാറട്ടെ. ചില മദ്യപാനികൾ വിടുവിക്കപ്പെടട്ടെ, ചില പാപികൾ വിടുവിക്കപ്പെടട്ടെ, ചില രോഗികൾ സൗഖ്യമാകട്ടെ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. കർത്താവേ, കുടുംബത്തിൽ ഐക്യതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിപ്പാനിടയാകട്ടെ. അതിന് കഴിയാതെ കണ്ട് കുടുംബങ്ങളുടെ ക്രമക്കേടിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സകല ആമേൻ ഇരുളിൻ്റെ വ്യാപാരങ്ങളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ഓരോ കുടുംബങ്ങളും മാറ്റപ്പെടട്ടെ. കർത്താവേ, ഒരു കുഞ്ഞുങ്ങളും നശിച്ചു പോകാനിടയാകരുത്. ഒരു തലമുറയിൽ നിമിത്തം മാതാപിതാക്കൾ ആമേൻ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുവാനിടയാകരുത്.
സകല കുടുംബങ്ങൾക്കും ആമേൻ പേര് വരുവാൻ കാരണമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ. എല്ലാ വഷളത്വങ്ങളും യേശുവിൻ നാമത്തിൽ എല്ലാ ക്രമക്കേടുകളും മാറിപ്പോകട്ടെ. അപ്പനറിയാതെ അമ്മയറിയാതെ, ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ, ആമേൻ തലമുറകൾ അറിയാതെ, കൂടപ്പുറപ്പറിയാതെ ആമേൻ നാശത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സകല ഇരുളിൻ്റെ വ്യാപാരങ്ങൾ, എല്ലാ ക്രമക്കേടുകളും യേശുവിൻ നാമത്തിൽ കർത്താവേ, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ മൊബൈലിലൂടെ ക്രമക്കേടുകൾ നടത്തുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റുപാടുണ്ട് കർത്താവേ. അപ്പനറിയാതെ അമ്മയറിയാതെ മൊബൈലിലൂടെ ക്രമക്കേട് നടത്തുന്ന മക്കളുണ്ട് കർത്താവേ. ഇന്ന് രാത്രി എല്ലാ ക്രമക്കേടുകളെയും, പാമ്പുകളെയും തേളുകളെയും, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നുവെന്ന് അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ വിടുവിക്കപ്പെടട്ടെ. സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തണമേ. കർത്താവേ, അന്ത്യകാലമായതുകൊണ്ട് അധർമ്മം പെരുകും. ഹല്ലേലൂയ. മനുഷ്യർ സസ്നേഹികളും വമ്പ് പറയുന്നവരും വാത്സല്യമില്ലാത്ത ഇണങ്ങാത്തവരും ഒക്കെ ഇവയൊക്കെ കാണുമ്പോൾ അരുമനാഥൻ്റെ വരവടുത്തുവെന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യാശയുള്ളവരായി, വിശുദ്ധിയിൽ തികഞ്ഞവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. രാത്രി വചനം കേട്ട എല്ലാവരെയും പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗം അത്ഭുതങ്ങളെ ചെയ്യണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി നടക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ഷെയർ ചെയ്യുകയും പങ്കാളിത്തം വഹിക്കുകയും ആമേൻ അതേ ഡാറ്റ ക്രമീകരണം ചെയ്യുകയും ഒക്കെ ചെയ്ത കർത്താവിൻ്റെ ദാസനെയും എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ തത്സമയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ആമേൻ വെള്ളിയാഴ്ച കടന്നു വരിക. ആമേൻ. അനേകരെ ക്ഷണിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദേശം വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, പട്ടണങ്ങൾ വിടുവിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ അനേകർ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാൻ ആമേൻ നമ്മളിലൂടെ ആമേൻ ദൈവം വിടുവിക്കുവാൻ തക്കവണ്ണം ആമേൻ അതേ ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷ്യം വഹിപ്പാൻ ആമേൻ ഈ ഫാമിലിയിലെ മെമ്പർ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുഖകരമായ നിദ്ര എല്ലാവർക്കും ദൈവം ദാനമായി നൽകട്ടെ. ആമീൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് വീണ്ടും കാണാം. ശുഭരാത്രി.